ഹലോ പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലൂടെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തെയും മരാഗു താഴ്വരയിലും മനോഹരമായ കാഴ്ചകൾ, തടാകങ്ങൾ, ബീച്ചുകൾ, ഗാർഡനുകൾ, അതുപോലെ ഗുഹകളും തേയിലത്തോട്ടങ്ങളും ഒക്കെ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിച്ചു. ഇനി വിശാഖപട്ടണം നിന്നും നമ്മൾ മടങ്ങുകയാണ്. അങ്ങനെ മടങ്ങുന്നതിന് മുമ്പായി നമുക്കൊരു ക്ഷേത്രം കൂടി സന്ദർശിക്കേണ്ടതുണ്ട്. വിശാഖപട്ടണത്തെ അതിപ്രധാനമായ ഒരു ക്ഷേത്രമാണ് സിംഹാചലം വരാഹലക്ഷ്മി നരസിംഹ ക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അവതാരമാണ് നരസിംഹസ്വാമി. ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ്. ബ്രഹ്മാവിന്റെ 4 പുത്രന്മാർ വൈകുണ്ഠം സന്ദർശിക്കുന്നതിന് തീരുമാനിച്ചതനുസരിച്ച് വൈകുണ്ഠത്ത് എത്തിച്ചേർന്നപ്പോൾ മഹാവിഷ്ണുവിന്റെ ദ്വാരപാലകരായ ജയവിജയന്മാർ അവരെ തടഞ്ഞു. വാസ്തവത്തിൽ ജയവിജയന്മാർക്ക് ആരാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അവര് ബ്രഹ്മാവിന്റെ കുമാരന്മാരെ തടഞ്ഞത്. ഇതിൽ കുപിതരായ ബ്രഹ്മാവിന്റെ കുമാരന്മാർ ജയവിജയന്മാരെ ശപിച്ചു. ദൈവത്വം നഷ്ടപ്പെട്ട് മനുഷ്യരായി ഭൂമിയിൽ ജനിക്കട്ടെ എന്നായിരുന്നു ശാപം. ഇതിന് പരിഹാരമായി മഹാവിഷ്ണു ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഒന്നുകിൽ 7 മനുഷ്യജന്മങ്ങളിൽ വിഷ്ണു ഭക്തരായി ജീവിക്കുക, അല്ലെങ്കിൽ 3 ജന്മങ്ങളിൽ വിഷ്ണുവിന്റെ ശത്രുക്കളായി ജീവിക്കുക. ഇതിലെ ഏത് തെരഞ്ഞെടുക്കണം എന്ന് വിഷമസന്ധിയിലായ ജയവിജയന്മാർ കുറഞ്ഞ കാലം മാത്രമുള്ള രണ്ടാമത്തെ ഇനമാണ് തെരഞ്ഞെടുത്തത്. അതായത് മഹാവിഷ്ണുവിന്റെ ശത്രുവായി 3 ജന്മങ്ങളിൽ ജീവിച്ച് ആ ശാപത്തിന് ഒരു മോക്ഷം നേടുക. അങ്ങനെ കശ്യപമുനിയുടെ പുത്രന്മാരായി ജയവിജയന്മാർ ജനിച്ചു. സൂര്യാസ്തമയ സമയത്തായിരുന്നു ആ ജനനം. അത് വളരെ അശുഭകരമായി ഭൂമിയിൽ അറിയപ്പെട്ടു. ജയവിജയന്മാരിൽ ജയൻ ഹിരണ്യകശിപു ആയും വിജയൻ ഹിരണ്യാക്ഷനുമായാണ് ജന്മമെടുത്തത്. ബ്രഹ്മാവിനെയും ദേവന്മാരെയും കളിയാക്കാൻ ഹിരണ്യാക്ഷൻ ഭൂമിയിലെ ചൈതന്യം കെടുത്തി പ്രപഞ്ചത്തിലെ ഏറ്റവും താഴ്ന്ന രസതലത്തിലേക്ക് ഭൂമിയെ മുക്കി. അങ്ങനെ അതിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുന്നതിന് വേണ്ടി വരാഹമൂർത്തിയായി മഹാവിഷ്ണു അവതാരമെടുത്ത് 1000 വർഷത്തോളം ഹിരണ്യാക്ഷനുമായി യുദ്ധം ചെയ്ത് അവസാനം ഹിരണ്യാക്ഷനെ വധിക്കുകയുണ്ടായി. ഇതിൽ കലിപൂണ്ട ഹിരണ്യകശിപു ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഒരു വരം സമ്പാദിച്ചു. രാത്രിയോ പകലോ മനുഷ്യനോ മൃഗമോ തന്നെ കൊല്ലാൻ പാടില്ല എന്നുള്ള വരമാണ് ഹിരണ്യകശിപു ബ്രഹ്മാവിൽ നിന്നും നേടിയെടുത്തത്. ബ്രഹ്മാവും ദേവന്മാരും മഹാവിഷ്ണുവിനെ ഈ വിവരം അറിയിക്കുന്നതിന് വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു. പക്ഷേ അവിടെ മഹാവിഷ്ണുവിന്റെ രക്ഷാധികാരിയായ സുമുഖൻ അവരെ തടഞ്ഞു. അതിൽ കോപമുണ്ട ബ്രഹ്മാവ് സുമുഖനെ ശപിച്ചു. ആ ശാപത്തിന് പ്രായശ്ചിത്തമായി വിഷ്ണുവിന്റെ കൽപ്പന പ്രകാരം ഹിരണ്യകശിപുവിന്റെ പുത്രനായി പ്രഹ്ലാദൻ എന്ന പേരിൽ സുമുഖൻ ജന്മമെടുത്തു. കുട്ടിക്കാലത്ത് പ്രഹ്ലാദൻ വളരെ വിഷ്ണു ഭക്തൻ ആയിരുന്നു. എത്ര ശ്രമിച്ചിട്ടും വിഷ്ണുവിനോടുള്ള ഭക്തിയിൽ നിന്നും പിന്തിരിയാൻ കൂട്ടാക്കാതിരുന്ന പ്രഹ്ലാദനെ ഹിരണ്യാക്ഷന്റെ ഭടന്മാർ പ്രഹ്ലാദനെ കടലിലെറിഞ്ഞു. ഒരു പർവ്വതം പിഴുതെടുത്ത് പ്രഹ്ലാദന്റെ മുകളിലേക്ക് എറിഞ്ഞുവെങ്കിലും മഹാവിഷ്ണു പർവ്വതമുകളിലൂടെ ചാടി പ്രഹ്ലാദനെ രക്ഷപ്പെടുത്തി. ഹിരണ്യകശിപുവിനെ വധിക്കുന്നതിന് രാത്രിയോ പകലോ അല്ലാത്ത സന്ധ്യാനേരത്ത് മനുഷ്യനോ മൃഗമോ അല്ലാത്ത രണ്ടും കൂടിയ നരസിംഹാവതാരമെടുത്ത് ഹിരണ്യകശിപുവിനെ മഹാവിഷ്ണു നിഗ്രഹിച്ചു. വരാഹന്റെയും നരസിംഹത്തിന്റെയും അവതാരങ്ങൾ ഒരുമിച്ച് കാണാൻ അനുഗ്രഹിക്കണമെന്ന് പ്രഹ്ലാദൻ മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു. താൻ നിർമ്മിക്കാൻ പോകുന്ന ക്ഷേത്രത്തിൽ ഈ രൂപത്തിൽ ഭക്തർക്ക് ദർശനം നൽകണമെന്ന് പ്രഹ്ലാദൻ തന്റെ ആഗ്രഹം മഹാവിഷ്ണുവിനെ അറിയിച്ചു. അങ്ങനെ കൈലാസഗിരിയുടെ ഭാഗമായ സിംഹാചലത്തിൽ പ്രഹ്ലാദൻ നിർമ്മിച്ച ക്ഷേത്രത്തിൽ വിഷ്ണു ഈ രൂപത്തിൽ ദർശനമരുളി. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന സിംഹാചലം വരാഹസ്വാമി ലക്ഷ്മി നരസിംഹ ക്ഷേത്രം. കാലചക്രം പിന്നെയും ഉരുണ്ടു. പ്രഹ്ലാദൻ നിർമ്മിച്ച ക്ഷേത്രം പതുക്കെ ജീർണിച്ച് മണ്ണിനടിയിലായി.
ചന്ദ്രവംശത്തിലെ രാജാവായ പുരൂരവസ് ഉർവശി എന്ന അപ്സരസിൽ മോഹിതനായി. പ്രണയത്തിലായ ഇരുവരും സിംഹാചലത്തിൽ താമസമാക്കി. അവർക്ക് സ്വപ്ന ദർശനം ഉണ്ടാവുകയും മണ്ണിനടിയിൽ നിന്നും വിഗ്രഹം പുറത്തെടുത്ത് അവർ ക്ഷേത്രം പണിത് സ്ഥാപിക്കുകയും ചെയ്തു. വൈശാഖ മാസത്തിലെ 3-ാം തീയതി ഒഴികെ വർഷം മുഴുവനും വരാഹ നരസിംഹ വിഗ്രഹം ചന്ദനം കൊണ്ട് മൂടിയിരിക്കണം എന്ന് ഒരു സ്വപ്നം ഉർവശി കാണുകയുണ്ടായി. അങ്ങനെ വർഷം മുഴുവനും ചന്ദനം പൂശി ഒരു ശിവലിംഗം കണക്കെ കാണപ്പെടുന്ന വിഗ്രഹമാണ് വരാഹ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് ഇന്നും തുടർന്നു പോരുകയാണ്. 1000 വർഷങ്ങളുടെയെങ്കിലും പഴക്കം ഈ ക്ഷേത്രത്തിന് ഉണ്ടാകും എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. വൈശാഖ മാസത്തിലെ 3-ാം തീയതി ഒഴികെ വർഷം മുഴുവനും വരാഹ നരസിംഹ വിഗ്രഹം ചന്ദനം കൊണ്ട് മൂടിയിരിക്കുന്നു. ആ രീതിയിലാണ് ഭക്തന്മാർക്ക് വിഗ്രഹത്തെ കാണാൻ സാധിക്കുക. ചന്ദനം കൊണ്ട് മൂടിയിരിക്കുന്ന വിഗ്രഹം കണ്ടാൽ ഒരു ശിവലിംഗമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. 1000 വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇപ്പോഴത്തെ ക്ഷേത്രത്തിന്. ചോള രാജവംശം, കിഴക്കൻ ഗംഗാ രാജവംശം, റെഡ്ഡി രാജവംശം, ഗജപതി രാജവംശം, വിജയനഗര സാമ്രാജ്യം, കലിംഗ രാജവംശം എന്നിങ്ങനെ വിവിധ രാജവംശങ്ങൾ, രാജാക്കന്മാർ ഈ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും തങ്ങളുടെ അധീനതയിലാക്കി നിലനിർത്തി പോരുകയും ചെയ്തു. വിജയനഗര സാമ്രാജ്യത്തിന്റെ അധപ്പതനത്തോടെ, അതായത് മുസ്ലിം ഡക്കാൻ രാജ്യത്തിലെ കുത്തബ് ഷാഹി രാജവംശം വിജയനഗര സാമ്രാജ്യം ആക്രമിച്ച് നിലംപരിശാക്കിയതിനെ തുടർന്ന് അവർ ഈ ക്ഷേത്രത്തിന് കേടുപാടുകൾ വരുത്തുകയും പിന്നീട് ക്ഷേത്രം പുതുക്കി പണിയപ്പെടുകയും ചെയ്തു എന്നാണ് വിശ്വാസം. 1949 ആന്ധ്ര സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വിജയനഗര സാമ്രാജ്യത്തിലെ ഗജപതി കുടുംബത്തിലെ അംഗങ്ങളാണ് ഇപ്പോൾ ക്ഷേത്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാലക്രമേണ ക്ഷേത്രത്തിന് ചുറ്റും ഒരു ഗ്രാമം വളർന്നു വരികയും ജനവാസയോഗ്യമായ സ്ഥലങ്ങളായി മാറുകയും ചെയ്തു. അനേകം കൃഷിസ്ഥലങ്ങൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. മലനിരകൾ അങ്ങനെ കൃഷിയിടങ്ങളായി. സിംഹാചലം എന്ന പർവ്വതത്തിൽ ഒട്ടനവധി ഔഷധ സസ്യങ്ങൾ വളരുന്നുണ്ട്. ആ ഔഷധ സസ്യങ്ങളെ തൊട്ടുരുമ്മി താഴേക്ക് വരുന്ന നീരുറവകൾ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് 2 ക്ഷേത്രകുളങ്ങൾ തീർക്കുന്നുണ്ട്. ഒന്ന് സ്വാമി പുഷ്കരണിയും മറ്റേത് വരാഹ പുഷ്കരണിയുമാണത്. 5 കവാടമുള്ള ഒരു കോട്ട പോലെയാണ് സിംഹാചലം ക്ഷേത്രം. ആദ്യകാലങ്ങളിൽ ക്ഷേത്രം കിഴക്കോട്ട് ആയിരുന്നു എങ്കിലും പടിഞ്ഞാറേക്ക് അഭിമുഖമായിട്ടാണ് ഇപ്പോൾ ക്ഷേത്രം നിലകൊള്ളുന്നത്. പടിഞ്ഞാറൻ കവാടത്തിൽ 5 നിലകളുള്ള ഒരു രാജഗോപുരം കാണാം. 96 തൂണുകളുള്ള ഒരു കല്യാണ മണ്ഡപം, വിഷ്ണുവിന്റെയും ലക്ഷ്മിയുടെയും ചിത്രങ്ങൾ, ചൈതന്യ മഹാപ്രഭുവിന്റെ പാദമുദ്രകൾ, രാധയുടെയും കൃഷ്ണന്റെയും ശില്പങ്ങൾ ഉള്ള ഒരു ബലിപീഠം എന്നിവ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ്. ശ്രീകോവിലിൽ കലിംഗ ശൈലി നിർമ്മാണ രീതിയിലുള്ള ശില്പങ്ങൾ കാണാം. ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ സിംഹപ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഇന്ദ്രന്റെയും ഗജലക്ഷ്മിയുടെയും ശില്പങ്ങൾ ശ്രീകോവിലിന്റെ കിഴക്ക് ഭാഗത്തായി കാണാം. വൈഷ്ണവ ചിഹ്നമുള്ള താഴികക്കുടമാണ് ക്ഷേത്രത്തിനുള്ളത്. ശ്രീകോവിലിൽ തെക്കേ ഭിത്തിയിൽ ഹിരണ്യകശിപുവിനെ വധിക്കുന്ന നരസിംഹത്തിന്റെ പ്രതിമ കൊത്തിവച്ചിരിക്കുന്നു. വടക്കേ ഭിത്തിയിൽ വരാഹ ശില്പവും ഗോവർദ്ധനകുന്ന് ഉയർത്തുന്ന കൃഷ്ണന്റെ ശില്പവുമാണുള്ളത്. ശ്രീകോവിലിൽ ഭിത്തിക്ക് ചുറ്റും ആനകളുടെയും ഹംസങ്ങളുടെയും പ്രതിമകൾ നിരനിരയായി സ്ഥാപിച്ചിരിക്കുന്നു. നരസിംഹത്തിന്റെ 32 രൂപങ്ങൾ കല്യാണ മണ്ഡപത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഒരു പ്രഹ്ലാദ മണ്ഡപവും സ്ഥിതി ചെയ്യുന്നു. 2.5 അടി ഉയരമുള്ള വിഗ്രഹമാണ്
ശ്രീകോവിലിൽ സ്ഥാപിച്ചിട്ടുള്ളത്. പന്നിയുടെ തല, മനുഷ്യന്റെ ശരീരം, സിംഹത്തിന്റെ വാൽ എന്ന നിലയിലാണ് നമുക്ക് വിഗ്രഹം കാണാനാകുന്നത്. ലക്ഷ്മി ദേവിയുടെ ഇരുവശത്തുമായി ശ്രീദേവിയും ഭൂദേവിയും താമരപ്പൂക്കൾ ചൊരിഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നു. ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ സിംഹാചലം ദേവസ്ഥാനം ബോർഡ് ആണ് ഇപ്പോൾ ക്ഷേത്രം ഭരിക്കുന്നത്. നിത്യകല്യാണം, സ്വർണപുഷ്പ അർച്ചന, സഹസ്രനാമാർച്ചന, ഗരുഡസേവ, ഗോപൂജ എന്നിവയാണ് പ്രധാനപ്പെട്ട പൂജകൾ. ആന്ധ്രാപ്രദേശിലെ 32 നരസിംഹ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിംഹാചലം ക്ഷേത്രം. വരുമാനത്തിന്റെ കാര്യത്തിൽ തിരുപ്പതി, തിരുമല ക്ഷേത്രം കഴിഞ്ഞാൽ 2ാം സ്ഥാനത്താണ് സിംഹാചലം ക്ഷേത്രം. അങ്ങനെ സിംഹാചലം ക്ഷേത്രത്തിലെ ഭക്തിനിർഭരമായ കാഴ്ചകളോടുകൂടി സീനിയർ സഞ്ചാരിയുടെ ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണം യാത്ര എപ്പിസോഡുകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് സീനിയർ സഞ്ചാരിയുടെ കാശ്മീർ യാത്രകളുടെ വിവിധ കാഴ്ചകൾ കാണാം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആദ്യമായി കാണുന്ന പ്രേക്ഷകർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.